ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങയില വെച്ചിട്ടുള്ള നല്ലൊരു ഹെയർ പാക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ മുരിങ്ങയിലയിലെ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ നമ്മളത് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴും ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. മുരിങ്ങയിലയിൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊരു ഫാസ്റ്റായിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്തിന് നല്ലൊരു പാക്കാണ് കേട്ടോ ഈ മുരിങ്ങയില ഹെയർ പാക്ക്. അപ്പം നിങ്ങൾക്കൊക്കെ ഇങ്ങനെ മുരിങ്ങയില ഒരുപാട് കിട്ടുകയാണെങ്കിൽ ഇതൊന്നും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞാൻ മുരിങ്ങയിലേൻ്റെ ഈ പാക്ക് മുമ്പ് യൂട്യൂബും ചാനലൊന്നും ഇല്ലാത്തതിൻ്റെ മുമ്പ് തന്നെ ഇതൊരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഒരുപാട് മുരിങ്ങ ഇല ഇവിടെ ഉണ്ടായിരുന്നു. ഇതേപോലെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തി ഹെയറിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലൊരു കെമിക്കൽസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിത് മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള മുടി കൂടി പോകും, അങ്ങനത്തെ പേടിയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഒരുപാട് തവണ ഉപയോഗിച്ചാൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. പിന്നെ ഒരുപാട് മുടി കൊഴിച്ചിലും താരനും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കാണിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ വേണം കേട്ടോ. നമ്മുടെ എന്തെങ്കിലും ആരോഗ്യകരമായ കുഴപ്പം കൊണ്ടാണ് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളതെങ്കിൽ നമ്മൾ ഇതൊന്നും ചെയ്താലൊന്നും അതുകൊണ്ട് നിൽക്കില്ല കേട്ടോ. പക്ഷേ ഇതുകൊണ്ട് ചെയ്തതെന്ന് വെച്ചാൽ നമുക്കൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പം മുരിങ്ങയുടെ ഇലയുടെ പാക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മുരിങ്ങയിലയാണ്. അപ്പോൾ ഞാൻ അതിങ്ങനെ തട്ടി അതിൻ്റെ തണ്ടിലുള്ള ഇലയൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കറി വെക്കാനുള്ളത് കുറച്ചൊന്ന് മാറ്റി വെച്ചു. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ഒക്കെ ഇലയൊക്കെ താഴെ വീണിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അതിൽ ചെറിയ ചെറിയ മണ്ണാച്ചനോ പ്രാണിയോ പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിനി അതുകൊണ്ട് ഒരു അലർജിയോ കാര്യങ്ങളൊന്നും വേണ്ട. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ. തലേ ദിവസം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം, നല്ല കട്ടിയായിട്ടുള്ള കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ അത് മിക്സിയിൽ ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മളതൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് കട്ടിയായിട്ടും വേണ്ട, എന്നാൽ പറ്റ വെള്ളം പോലെ ആവേണ്ട കേട്ടോ. നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒലിക്കാൻ നിൽക്കും. കുറച്ചൊരു കട്ടിയാക്കിയിട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മുരിങ്ങയില ഉണ്ടെങ്കിൽ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു ഹെയർ പാക്കിന് കഞ്ഞിവെള്ളവും മുരിങ്ങയിലയും മാത്രം മതി. അപ്പോൾ നമ്മൾ അടിച്ചിട്ട് ഇതേപോലെ ഉണ്ട് കേട്ടോ, നല്ല കട്ടിയായിട്ട്. അപ്പോൾ ഇതൊന്ന് നമ്മളൊന്ന് അരിച്ചെടുക്കണം. കാരണം ഇതിൽ ആ മുരിങ്ങയുടെ ചെറിയ ചെറിയ തണ്ടുകളും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കഴുകിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മുടി ഉണങ്ങിക്കഴിഞ്ഞാലും ആ പൊടിയൊക്കെ തലയിലുണ്ടാവും. അപ്പോൾ അതൊരു അരിപ്പയിൽ വെച്ചിട്ടോ ഇനി നമ്മളങ്ങനെ കിഴി കെട്ടിയിട്ടോ ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് അരിപ്പയിൽ വെച്ചിട്ടാണ് അരിക്കുന്നത്. പിന്നെ വീഡിയോ പിടിച്ച് തരാൻ സഞ്ചും ചക്കരയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ അത് വീഡിയോ എടുക്കുന്നത്. ശനി ഞായറും മാത്രമാണെങ്കിലേ ഉള്ളൂ അവരെ കിട്ടുള്ളൂ. അപ്പം ഞാൻ പിന്നെ വീഡിയോ എടുക്കാമല്ലോ എന്ന് കരുതി നേരത്തെ തയ്യാറാക്കി ഞാൻ മുടിയിലൊക്കെ ഇട്ടു. ഞാൻ മുടിയിലിടുന്ന വീഡിയോയും കൂടി കാണിക്കാം കേട്ടോ. പിന്നെ അവർക്കുള്ളത് വൈകുന്നേരം വന്നിട്ട് കുളിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും ടൈമും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാനിതൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ചൊരു ചണ്ടി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളത് നല്ലതാണ്, കട്ടിയായിട്ടുള്ളൊരു ഹെയർ പാക്കാണ്. അപ്പം നമ്മളിത് സ്കാൽപ്പിലാണ് കേട്ടോ നല്ലോണം തേച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഇത് തേക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്നൊരു ഓയിൽ മസാജ് കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇത് നമ്മുടെ തലയിലിട്ട് കഴിഞ്ഞാൽ മുടി ഒന്ന് ഡ്രൈ ആയിട്ട് നിൽക്കും. അതിനാണ് നമ്മൾ തലയിൽ തേക്കണ എണ്ണ ഏതാണോ അതൊന്ന് തേച്ച് കുറച്ച് നേരം ഒന്ന് തേച്ച് അതിന് ശേഷം നമുക്കിതൊന്ന് സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ പാക്ക് ഉണ്ടെങ്കിൽ നമുക്കത് മുടിയിലേക്കും ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചൊരു എണ്ണ എടുത്തിട്ടുണ്ട്. അത് തലയിലൊക്കെ ഒന്ന് തേച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ പാക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നത്. ഇത് നമ്മൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ആയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ മുടി വേരുകൾക്കൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാം. പിന്നെ അകാല നര അതിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ ഈ മുരിങ്ങയില. ഇതൊക്കെ ഞാൻ വീണ്ടും പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. ഇതൊന്നും നമ്മുടെ തലയിൽ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ദോഷങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതും നമുക്കറിയാം. അത്രയ്ക്ക് നല്ലൊരു ഹെയർ പാക്ക് തന്നെയാണ് കേട്ടോ മുരിങ്ങയില. പിന്നെ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ടോടി ചെയ്യുക. എൻ്റെ പേര് ശോഭിത. പിന്നെ മുരിങ്ങയില എങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൽ ദിവസവും ഉൾപ്പെടുത്താമെന്നുള്ള ഒക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ടൊക്കെ ചെയ്യുക.
പിന്നെ ഈ പാക്ക് നമ്മുടെ തലയിൽ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. താളിയോ വേറെ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നല്ല നോർമലായിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയെടുത്താൽ മാത്രം മതി. പിന്നെ ഞാൻ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു പാക്ക് എന്ന് പറയുന്നത് മുട്ടത്താളിയാണ് കേട്ടോ. അത് വെച്ചിട്ട് ഞാൻ 1-2 പ്രാവശ്യം തലയിൽ ചെയ്തത് കാരണം എനിക്ക് അത്യാവശ്യം നല്ല മാറ്റം മുടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ പേരയില, അതും നല്ലൊരു ഹെയർ ഗ്രോത്ത് വാട്ടർ ആയിരുന്നു കേട്ടോ പേരയില ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കുകളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ചാനലിലൊന്നും ഒരുപാട് വലിച്ചു നീട്ടാതെ ചെറിയ വീഡിയോസായിട്ടാണ് കേട്ടോ ഒക്കെ നമ്മുടെ ചാനലിലുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണാം. മുടിയുടെ സ്കാൽപ്പിലൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ മുരിങ്ങയിലയുടെ പാക്ക് നമ്മുടെ മുടിയുടെ ഇഴകളിലേക്ക് കൂടി തേച്ചിട്ട് മുടി ഒന്ന് വാരി കെട്ടി വെക്കുകയാണ് കേട്ടോ. ഒരു 1/4 മണിക്കൂർ, ഞാനൊരു 1/4 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. എനിക്കൊരു നീരിറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ഒരു അരമണിക്കൂറോ 20 മിനിറ്റൊക്കെ ആയിട്ട് അങ്ങനെ തലയിൽ വെക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ പോലെ കഴുകി കളയുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.